അഞ്ചാമത്തെ C++ പ്രാക്ടിക്കൽ പ്രോഗ്രാമാണ് പറയുന്നത്. അഞ്ചാമത്തെ പ്രോഗ്രാമിൻ്റെ എയിം എന്ന് പറയുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കാണുന്നതിനുള്ള പ്രോഗ്രാം, സ്ക്വയറിൻ്റെ തുക കാണുന്നതിനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ 1 മുതൽ n എന്ന് പറഞ്ഞാൽ 1 മുതൽ എത്ര വരെയുള്ള എണ്ണൽ സംഖ്യകളാണ്, ആ ലിമിറ്റാണ് n എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ 10 എന്ന് കൊടുത്താൽ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ 1, 2, 3, 4, 5 അങ്ങനെ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സ്ക്വയർ, അതായത് അവയുടെ വർഗ്ഗങ്ങളുടെ തുക പ്രോഗ്രാം ഔട്ട്പുട്ടായിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് ഈ പ്രോഗ്രാമിനുള്ളത്. ഏത് വരെയുള്ള എണ്ണൽ സംഖ്യകൾ ആണെന്നുള്ളതാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. ലിമിറ്റാണ് 1 മുതൽ ഏത് വരെ, അപ്പർ ലിമിറ്റാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. എണ്ണൽ സംഖ്യയുടെ അപ്പർ ലിമിറ്റ്, ഉയർന്ന പരിധി, അത് 100 ആണെങ്കിൽ 100, 10 ആണെങ്കിൽ 10, 1000 ആണെങ്കിൽ 1000 അങ്ങനെ കൊടുക്കാം. അതിനുശേഷം ഔട്ട്പുട്ട്, ഈ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ 1 മുതൽ എത്ര വരെയാണ് നിങ്ങൾ പരിധി പറഞ്ഞത്, 10 വരെയാണെങ്കിൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ എല്ലാം സ്ക്വയർ കണ്ട് അവയുടെ തുക ഈ പ്രോഗ്രാം പ്രത്യേകം ശ്രദ്ധിക്കാം. വിത്തൗട്ട് യൂസിങ് എനി ഫോർമുല എന്ന് പറയുന്നുണ്ട്. ഈ പ്രോഗ്രാം നമുക്ക് മാത്തമാറ്റിക്സിൽ, ഗണിത ശാസ്ത്രത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കാണാനെല്ലാം ഷോർട്ട് കട്ട് മെത്തേഡുകളുണ്ട്, പ്രത്യേകം ഫോർമുലകളുണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ ഒരു തരത്തിലുള്ള ഫോർമുലയും ഉപയോഗിക്കാതെ സ്ട്രെയിറ്റ് ആൻഡ് ഫോർവേഡായിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. എയിം നിങ്ങൾ എഴുതിയെടുക്കുക, അതുപോലെ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യാം. അതിൽ നോക്കിയിട്ട് വലത്ത് പേജിൽ പുതിയൊരു പേജ് എടുത്തിട്ട് അതിൻ്റെ വലത്ത് ഭാഗത്ത്, ഇപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാം എഴുതിയതിൻ്റെ തൊട്ടപ്പുറത്ത് ആയിട്ട് വലത്ത് ഭാഗത്തൊരു പുതിയ പേജിൽ എയിമും കോഡും എഴുതുക, ഇടത്ത് ഭാഗത്ത് പുതിയൊരു പേജിൽ അതിൻ്റെ ഔട്ട്പുട്ടും എഴുതുക. ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും ഒരൊറ്റ ഇൻപുട്ടാണ്. ആ ഇൻപുട്ടാണ് ഈ n എന്ന് പറയുന്നത്. ഇവിടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നിങ്ങളോട് ഒരു നമ്പർ, ഒരു ഡിജിറ്റ് എന്നല്ല, ഇവിടെ ഒരു ചെറിയ എൻറ്റർ എ നമ്പർ എന്നാണ് പറയുന്നത്. എൻ്റർ എ ഡിജിറ്റ് എന്നുള്ളത് ശരിയല്ല, എൻറ്റർ എ നമ്പർ, എൻ്റർ ദി ലിമിറ്റ് എന്ന് പറയുന്നു. അതായത് നിങ്ങൾക്ക് 1 മുതൽ ഏതുവരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയാണോ വേണ്ടത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഇവിടെ 10 വരെയുള്ള 1 മുതൽ 10 വരെയുള്ള സംഖ്യകളാണെങ്കിൽ 10 എന്ന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ആ 10 എന്നിൽ സ്റ്റോർ ചെയ്യുന്നു. അതിന് ശേഷം ഇൻപുട്ട് കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പിൽ കയറുന്നു. ഫോർ ലൂപ്പ് 10 എന്ന് കൊടുത്താൽ 10 ഐറ്ററേഷൻ ഉണ്ടായിരിക്കും, 10 എക്സിക്യൂഷൻസ് ഈ ഫോർ ലൂപ്പിന് വരും. 100 ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഫോർ ലൂപ്പ് 100 പ്രാവശ്യം പ്രവർത്തിക്കും, 100 തവണ ഈ ഫോർ ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് അത്രയും പ്രാവശ്യം ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഐറ്ററേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓരോ ഐറ്ററേഷനിലും എന്താണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ I0 ആവുമ്പോൾ ലൂപ്പിൻ്റെ ആദ്യത്തെ വർക്കിംഗ് I0, ഒന്നാമത്തെ ഐറ്ററേഷൻ I0. ഇപ്പോൾ ഞാൻ n = 10 എന്ന് കൊടുത്തു. എൻ്റർ ദ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 10 എന്ന് കൊടുത്തു. അതായത് 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് അങ്ങനെ എക്സെട്ര ടു 10 സ്ക്വയർ വരെയുള്ള സ്ക്വയറുകളുടെ തുക, വർഗ്ഗങ്ങളുടെ തുകയാണ് കാണേണ്ടത്. 100 എന്ന് കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര 99 സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ ആണ് കാണേണ്ടത്. അങ്ങനെ നിങ്ങൾ കൊടുത്ത പരിധി വരെയുള്ള സംഖ്യകളുടെ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക, സ്ക്വയറുകളുടെ തുകയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി ഇവിടെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നു. ദെൻ കൊടുത്ത ഇൻപുട്ട് 10 എന്നാണ്. 1 മുതൽ 10 വരെയുള്ള, അതിൻ്റെ അർത്ഥം 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ സ്ക്വയറുകളുടെ തുകയാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഈ പ്രോഗ്രാം ഫസ്റ്റ് ഈ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ഐറ്ററേഷനിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ്, ഐയുടെ വില 0 ആണ്. ഒന്നാമത്തെ ഐറ്ററേഷൻ ആരംഭിച്ചു, n 10 ആണ്. അപ്പോൾ 0 10നേക്കാൾ ചെറുതായതുകൊണ്ട് ലൂപ്പ് കണ്ടീഷൻ ട്രൂ ആണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ്. അപ്പോൾ ഈ ലൂപ്പിനകത്ത് പ്രോഗ്രാം പ്രവേശിക്കുന്നു. അവിടെ പറഞ്ഞ് സം പ്ലസ് I സ്റ്റാർ I, അതായത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാമിൽ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ്. ഇവിടെ ഓക്കെ, ഇവിടെ
സീറോയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 1ലാണ് തുടങ്ങുന്നത്. എണ്ണൽ സംഖ്യകൾ 0-ലല്ല തുടങ്ങുന്നത്. ഒരു മിസ്റ്റേക്കാണത്. നിങ്ങളിത് ഇങ്ങനെ എഴുതിയെടുക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യാം. എഴുതിയെടുക്കുന്ന സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണിതിൽ ഈ ഒരു ഫോർ ലൂപ്പിൽ I1 ലൂപ്പ് കൺട്രോൾ വേരിയബിൾ 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ഇറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐയുടെ വില 1 ലെസ് ദാൻ 10. നമ്മുടെ ഇൻപുട്ട് 10 ആണ്. അപ്പോൾ 10-10നേക്കാൾ ചെറുതായിട്ട് ഒന്നാമത്തെ ഇറ്ററേഷൻ ലൂപ്പ് കണ്ടീഷൻ ശരിയാണ്. അപ്പോൾ ഈ ലൂപ്പിനകത്ത് പ്രോഗ്രാം പ്രവേശിക്കുന്നു, പ്രോഗ്രാം കൺട്രോൾ ഇതിനകത്ത് പ്രവേശിക്കുന്നു, ഈ ലൂപ്പ് ഫോർ ലൂപ്പിനകത്ത് പ്രവേശിക്കുന്നു. അതിൻ്റെ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. ലൂപ്പ് ബോഡി എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് 10ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സം ഈക്വൽ ടു സം പ്ലസ് ഐ സ്റ്റാർ. ഈ ലൂപ്പിലെ കണ്ടീഷൻ ഇതാണ്. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം ഫാൾസ് ആവുന്നത് വരെ ഈ സം ഈക്വൽ ടു സം പ്ലസ് ഐ സ്റ്റാർ ഐ ഇൻറ്റു ഐനെ ഐ കൊണ്ട് ഗുണിച്ച് അതിനെ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, പുതിയ സം എന്ന് പറയുന്നത് പഴയ സമ്മിൻ്റെ കൂടെ ഐയുടെ സ്ക്വയർ ആഡ് ചെയ്തതാണ്, ഐയുടെ വർഗം ആഡ് ചെയ്തതാണ്, സം കൂട്ടിയതാണ്. അപ്പോൾ ഈ ഐ എന്ന് പറയുന്നത് ഓരോ എണ്ണൽ സംഖ്യയും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് വേരിയബിളാണ് ഇവിടെ. അപ്പോൾ I1 ആവുമ്പോൾ 1 ലെസ് ദാൻ 10 ലൂപ്പിൻ്റെ ഫസ്റ്റ് ഇറ്ററേഷൻ. അപ്പോൾ കണ്ടീഷൻ ശരിയായി. അപ്പോൾ ലൂപ്പിൻ്റെ ബോഡി ആദ്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. സം ഈക്വൽ ടു സം പ്ലസ് സമ്മിലുള്ളത് ഇപ്പോൾ 0 ആണ്. സം ഈസ് ഈക്വൽ ടു സം എന്ന വേരിയബിളിലേക്ക് 0, സമ്മിലിപ്പോൾ ഉള്ള വില 0 പ്ലസ് ഐ സ്റ്റാർ ഐ എന്ന് പറയുമ്പോൾ I1 ആണ്. 1 × 1 അത് 1 സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ സ്ക്വയർ കാണാൻ ഇങ്ങനെ ഓരോ ഐയെയും അതുകൊണ്ട് തന്നെ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇത് ഇവിടുത്തെ ഒരു മെത്തേഡ്, സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. എന്നിട്ട് ആ കിട്ടിയ ഓരോ ഐയുടെയും സ്ക്വയറിനെ കണ്ടിട്ട് അതിനെ സമ്മിനോട് കൂടി കൂട്ടി സമ്മിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഈ ഒരൊറ്റ വരിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിൻ്റെ ഈ ഒരു വരിയാണ്. ഈ വരിയിലാണത് പ്രോഗ്രാമിൻ്റെ പ്രധാനമായിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ആവുന്നത്. ഓക്കെ, ഇനി ഇവിടെ സം ഈക്വൽ ടു ഐ സ്റ്റാർ ഐ. അപ്പോൾ I1 ആകുമ്പോൾ 1 × 1 1 പ്ലസ് സം 0 ആണ്, ഒന്നാമത്തെ ഇറ്ററേഷൻ ആയതുകൊണ്ട്. അപ്പോൾ 0 പ്ലസ് 1 ദാറ്റ് ഈസ് 1. അപ്പോൾ സമ്മിൽ 1. ഒന്നാമത്തെ ഇറ്ററേഷൻ കഴിയുമ്പോൾ സം ഔട്ട്പുട്ട് വേരിയബിൾ, സമ്മാണ് നമ്മുടെ ഔട്ട്പുട്ട് വേരിയബിൾ, അതിൽ 1 എന്നുണ്ടാവും. വീണ്ടും I2 ആവും, I++ വർക്ക് ചെയ്യും. സം 1 എന്നതിന് ശേഷം I ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, I2 ആവുന്നു, 1 2 ആവുന്നു. രണ്ടാമത്തെ ഇറ്ററേഷന് വേണ്ടി ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 2 ലെസ് ദാൻ n 10 തന്നെയാണ്. അപ്പോൾ 2 ലെസ് ദാൻ 10 ട്രൂ ആണ്. അപ്പോൾ ലൂപ്പിനകത്ത് കയറുന്നു, ലൂപ്പ് കണ്ടീഷൻ ശരിയായതുകൊണ്ട് ലൂപ്പിനകത്ത് വരുമ്പോൾ വീണ്ടും സം ഈക്വൽ ടു സം പ്ലസ് ഐ സ്റ്റാർ ഐ ഇൻറ്റു ഐയുടെ വില ഇപ്പോൾ 2 ആണ്. രണ്ടാമത്തെ ഇറ്ററേഷൻ, ഓരോ ഇറ്ററേഷനിലും ഐയുടെ വില മാറിക്കൊണ്ടിരിക്കും. എത്രാമത്തെ ഇറ്ററേഷനോ ആണോ അതായിരിക്കും ഐയുടെ വില. ഒന്നാമത്തെ ഇറ്ററേഷനിൽ ഐയുടെ വില 1, രണ്ടാമത്തെ ഇറ്ററേഷനിൽ ഐയുടെ വില 2, അങ്ങനെ 10ാമത്തെ ഇറ്ററേഷനിൽ ഐയുടെ വില 10. അപ്പോൾ രണ്ടാമത്തെ ഇറ്ററേഷനാണ്, അപ്പോൾ ഐയുടെ വില 2. അപ്പോൾ 2നെ 2 കൊണ്ട് ഗുണിച്ചു 4, അത് സമ്മിൻ്റെ കൂടെ. സമ്മിലിപ്പോൾ നേരത്തെ 1 ഉണ്ടായിരുന്നു കഴിഞ്ഞ ഫസ്റ്റ് ഇറ്ററേഷനിൽ. അപ്പോൾ 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ സമ്മ് 1 ആണ്. ഫസ്റ്റ് ഇറ്ററേഷൻ കഴിയുമ്പോൾ ആദ്യം സമ്മ് 0 ആയിരുന്നു. ഫസ്റ്റ് ഇറ്ററേഷൻ കഴിഞ്ഞ ഉടനെ സമ്മ് 1 ആയി. സെക്കൻഡ് ഇറ്ററേഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഇറ്ററേഷനിൽ ഐ സ്റ്റാർ ഐ എന്ന് പറഞ്ഞാൽ ഐയുടെ വില 2 ആയതുകൊണ്ട് 4 പ്രീവിയസ് സം, പഴയ സമ്മ് 1. അപ്പോൾ 4 1 5, പുതിയ സമ്മ് 5 എന്നായിരിക്കും. ഇങ്ങനെ ഇത് 10 വരെ ഉള്ള ഓരോ സംഖ്യയെടുത്ത് അതിൻ്റെ വർഗ്ഗത്തെ കാണുന്നതിന് വേണ്ടി അതിനെ അതുകൊണ്ട് തന്നെ ഗുണിച്ച് അതിനെ നിലവിലുള്ള സമ്മിൻ്റെ എന്ന ഔട്ട്പുട്ടിൻ്റെ കൂടെ കൂട്ടിയിട്ട് പുതിയ അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. ആ സം എന്ന ഔട്ട്പുട്ടിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ഇറ്ററേഷൻ കഴിയുമ്പോൾ ഔട്ട്പുട്ട് വേരിയബിൾ സം അപ്ഡേറ്റഡ് ആവും. ഇനി ഈ ലൂപ്പ് കംപ്ലീറ്റ് 10 പ്രാവശ്യം, 10 ആണ് കൊടുത്തെങ്കിൽ 10 തവണ ലൂപ്പ് വർക്ക് ചെയ്യും. അപ്പോൾ 10ാമത്തെ നമ്പറും കൂടെ അതുവരെയുള്ള 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയുടെ കൂടെ 10, ലാസ്റ്റ് ഇറ്ററേഷൻ കഴിയുമ്പോൾ 10ാമത്തെ നമ്പർ, അതായത് 10ൻ്റെ സ്ക്വയർ, അതായത് 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ 100 കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അങ്ങനെ 10ാമത്തെ ഇറ്ററേഷൻ കഴിയുമ്പോൾ 11ാമത്തെ ഇറ്ററേഷൻ 10ൻ്റെ സ്ക്വയർ കൂടി ഈ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്തതിന് ശേഷം 10 11 ആവും. 11ാമത്തെ ലൂപ്പ് ഇറ്ററേഷന് വേണ്ടി വരുമ്പോൾ ലൂപ്പ് കണ്ടീഷൻ തെറ്റും. കാരണം ഇവിടെ I 11 ആണ്, n എന്ന് പറയുന്നത് 10 ആണ്. 11 10നേക്കാൾ ചെറുതല്ല, ചെറുതോ തുല്യമോ അല്ല. അപ്പോൾ അതുകൊണ്ട് ലൂപ്പ് കണ്ടീഷൻ തെറ്റി ലൂപ്പ് അവസാനിക്കുന്നു. നേരെ 12ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു കാസ്കേഡ് ഔട്ട്പുട്ടാണ്. 2 ഔട്ട്പുട്ട് ഒരൊറ്റ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ 2 ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നത്. 2 ഔട്ട്പുട്ടുകൾ, ഒന്ന് ഈ സം ഓഫ് സ്ക്വയേഴ്സ് എന്നുള്ളതാണ് ഒരു ഔട്ട്പുട്ട്, ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നതാണ് ഒരു ഔട്ട്പുട്ട്. രണ്ടാമത്തെ ഔട്ട്പുട്ട് സം എന്ന വേരിയബിളിൽ ഉള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ അത് ഇനി ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെ നോക്കാം. പ്രോഗ്രാം കമ്പൈൽ ചെയ്തു, കമ്പൈലേഷൻ സക്സസ്ഫുൾ ആണ്. ബിൽഡ് ചെയ്തു,
ബിൽഡിംഗ് സക്സസ് ആണ്. പ്രോഗ്രാം റൺ ചെയ്യുന്നു. പ്രോഗ്രാം റൺ ചെയ്യുന്നു. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എൻ്റർ ലിമിറ്റ് ഞാൻ 10 എന്ന് കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സം ഓഫ് ദ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗം കണ്ട് സ്ക്വയർ കണ്ട് അവയെല്ലാം കൂടെ കൂട്ടിയാൽ 385 എന്ന് കിട്ടും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇൻപുട്ട് കൊടുത്തതിന് കിട്ടുന്ന ഔട്ട്പുട്ട് ഇനി ഇവിടെ 100, 10ൻ്റെ സ്ഥാനത്ത് വീണ്ടും പ്രോഗ്രാം റൺ ചെയ്യുക. 10ൻ്റെ സ്ഥാനത്ത് 100 എന്ന് കൊടുക്കുക, 1000 എന്ന് കൊടുക്കുക. അങ്ങനെ ഏത് ഇൻറ്റീജർ വേണമെങ്കിലും കൊടുക്കാം. കിട്ടുന്ന ഔട്ട്പുട്ട് കൃത്യമായിരിക്കും. ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ്.